റീസെന്റ് PM മോദി ഗാന്ധി ജയന്തി ദിനത്തിൽ മിഷൻ അമൃത് സ്കീമിലേക്ക് വേണ്ടി 9,600 crores അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് സിറ്റീസിലേക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് സ്വീവേജ് പ്ലാന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്കീമിൽ നിന്നും ഡയറക്ട്ലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള 4 കമ്പനീസിനെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ അയൺ എക്സ്ചേഞ്ച്. ഈ പ്ലാന്റ് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ്, എഞ്ചിനീയറിംഗ്, കെമിക്കൽ തുടങ്ങിയവ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് അയൺ എക്സ്ചേഞ്ച്. NTPC, റിലയൻസ്, ടാറ്റ തുടങ്ങിയ കമ്പനീസിന്റെ പ്രോജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഇവർക്കുണ്ട്. സെക്കൻഡ് വൺ വിഷ്ണുപ്രകാശ് ഹർപുങ്കാരിയ. വാട്ടർ സപ്ലൈ ട്രീറ്റ്മെന്റിൽ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. 69% പ്രൊമോട്ടേഴ്സ് ഹോൾഡേഴ്സ് ഉള്ള വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കമ്പനി കൂടെയാണ് ഇത്. 1ഉം 2ഉം പ്ലേസിൽ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം മൾട്ടിബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള 230%, 170% റിട്ടേൺ നൽകിയിട്ടുള്ള കമ്പനീസ് ആണ്. അതിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് വബാഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. 98 years ആയിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. 17,000 കോടി രൂപയുടെ ഓർഡർ ബുക്ക് അവർക്കുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ അവരുടെ സെയിൽസിന്റെ 6 times ആണ് വരുന്നത്. 230% ആണ് കഴിഞ്ഞ വർഷം അവർ കൊടുത്തിട്ടുള്ള റിട്ടേൺ. സെക്കൻഡ് പ്ലേസിൽ വരുന്നത് EMS എന്ന് പറയുന്ന കമ്പനിയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 65% അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയും 50% അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റ്.